ഭാവി വെളിപ്പെടുത്തുന്ന ഒരു പ്രേതമോ ഫാൻറ്റമോ ആത്മാവോ അടങ്ങുന്ന ഒരു ഐതിഹ്യ കഥയാണ് ബ്ലഡി മേരി. അവരുടെ പേര് ആവർത്തിച്ച് ചൊല്ലുമ്പോൾ അവരൊരു കണ്ണാടിയിൽ പ്രത്യക്ഷപ്പെടുമെന്ന് പറയപ്പെടുന്നു. ബ്ലഡി മേരിയുടെ പ്രത്യക്ഷപ്പെടൽ ഐതിഹ്യത്തിൻ്റെ ചരിത്രമായ വ്യത്യാസങ്ങളെ ആശ്രയിച്ചിരുന്നു. 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഹാലോവീൻ ഗ്രീറ്റിംഗ് കാർഡിൽ ഒരു ഭാവി കാലം ചിത്രീകരിക്കുന്നു. അതിലൊരു സ്ത്രീ ഇരുണ്ട മുറിയിലെ കണ്ണാടിയിൽ ഉറ്റുനോക്കി ഭാവി ഭർത്താവിൻ്റെ മുഖം കാണുന്നു. ഒരു മന്ത്രവാദിയുടെ നിഴല് ഇടതുവശത്തെ ചുമരിൽ രൂപപ്പെടുന്നു. ചരിത്രപരമായി ഭാവി പ്രവചനം നടത്തുന്ന ഒരു ക്രിയാക്രമത്തിൽ ഇരുണ്ട വീട്ടിൽ ഒരു മെഴുകുതിരിയും കയ്യിൽ കണ്ണാടിയും പിടിച്ച് പിന്നിലേക്ക് പടി കയറി നടക്കാൻ യുവതികളെ പ്രേരിപ്പിച്ചിരുന്നു. അവർ കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ അവരുടെ ഭാവി ഭർത്താവിൻ്റെ മുഖം കാണാൻ അവർക്ക് കഴിയുമായിരുന്നു. എന്നിരുന്നാലും അതിനു പകരം അവർക്കൊരു തലയോട്ടി അല്ലെങ്കിൽ ഗ്രീൻ റിപ്പറിൻ്റെ മുഖം കാണാനുള്ള അവസരമുണ്ടായിരുന്നു. ഇത് വിവാഹത്തിന് അവസരം ലഭിക്കുന്നതിന് മുമ്പ് അവർ മരിക്കുമെന്ന് സൂചിപ്പിക്കുന്നു. ഇന്നത്തെ ആചാരത്തിലെ കറ്റോപ്ട്രോമൻസി പ്രവർത്തനത്തിൽ ആചാരപരമായി അവരുടെ പേര് വിളിക്കുന്ന വ്യക്തികൾക്കോ ഗ്രൂപ്പുകൾക്കോ ബ്ലഡി മേരി പ്രത്യക്ഷപ്പെടുന്നു. മങ്ങിയ വെളിച്ചമുള്ള അല്ലെങ്കിൽ മെഴുകുതിരി കത്തിച്ച മുറിയിൽ സ്ഥാപിച്ചിരുന്ന കണ്ണാടിയിൽ അവരുടെ പേര് ആവർത്തിച്ച് ചൊല്ലിയാണ് ഇത് ചെയ്യുന്നത്. പേര് 13 തവണ ഉച്ചരിക്കണം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിർദ്ദിഷ്ട എണ്ണം. മൃതശരീരമായോ മന്ത്രവാദിയായോ അല്ലെങ്കിൽ പ്രേതമായോ ബ്ലഡി മേരി പ്രത്യക്ഷപ്പെടുന്നു. അത് സൗഹൃദപരമായോ വിനാശകരമായോ ആകാം. ചിലപ്പോൾ രക്തത്തിൽ പൊതിഞ്ഞ് കാണപ്പെടുന്നു. നാടോടികളെ ചുറ്റിപ്പറ്റിയുള്ള ആചാരക്രമത്തിൽ പങ്കാളിയാകുന്നവർ അലറിച്ചിരിക്കുക, ശാപവചനങ്ങൾ ഉച്ചരിക്കുക, കഴുത്തിനെരിച്ചു കൊല്ലുക, അവരുടെ ആത്മാവ് മോഷ്ടിക്കുക, രക്തം കുടിക്കുക, അല്ലെങ്കിൽ അവരുടെ കണ്ണുകൾ പുറത്തേക്ക് മാന്തി കൊഴിക്കുക എന്നിവ സഹിക്കണം. ആചാരത്തിലെ ചില വ്യതിയാനങ്ങളിൽ ബ്ലഡി മേരിയെ മറ്റൊരു പേരിൽ വിളിക്കുന്നു. ഹെൽ മേരി, മേരി വർത്ത് എന്നിവ ജനപ്രിയ ഉദാഹരണങ്ങളാണ്. ജപ്പാനിൽ